ഇപ്പോൾ ഈ 2018 അതിനുശേഷം 6 വർഷം പിന്നിടുന്നതിനിടയിൽ 19 വന്നു, 21 23 നിപ്പ ബാധ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. നമുക്ക് ഈ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തൊരു പ്രതിസന്ധി ഉണ്ടെന്ന് രാവിലെ ഒരു ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടിൽ ഞാൻ വായിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? നമ്മൾ കൃത്യമായി ഈ ഒരു അനുഭവം ഉണ്ടായിട്ടും അതിലേക്ക് ഫോക്കസ് ചെയ്യാത്തൊരു സ്ഥിതി ഉണ്ടോ? അങ്ങനെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൽ ആദ്യം 2018 ഉണ്ടായപ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിന്റെ ഉറവിടം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെന്ന് വെച്ചാൽ കേരളം മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള NCDC-യുടെയും മറ്റും വിദഗ്ധർ ഇവിടെ വന്നിരുന്നു. അവരെല്ലാം കൂടിയാണ് അന്ന് സാധാരണഗതിയിൽ ലോകത്തിന്റെ പല ഭാഗത്തും വന്നപ്പോൾ, സിലിഗുരിയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലൊക്കെ വന്നപ്പോൾ ഇത് അവരൊരു നല്ല പരിശോധന നടത്തിയിരുന്നു. ഇപ്പം ഇതില് മലേഷ്യയിലാണ് ആദ്യം തന്നെ വന്നത്. മലേഷ്യയിലെ സുംഗായ് നിപ്പ നദിക്കരയിലാണ് വന്നത്. അപ്പൊ ആദ്യം ഇത് മനസ്സിലാവാതെ പന്നികളിൽ നിന്നാണ് വരുന്നത് എന്ന് കരുതി കൂട്ടത്തോടെ പന്നി ഫാമുകൾ, പന്നികളിലേക്ക് വരാം ഇതിനൊന്ന്, പക്ഷെ കൂട്ടത്തോടെ പന്നികളെ കൊന്നൊടുക്കിയിരുന്നു. പക്ഷെ പന്നികളിൽ നിന്നല്ല എന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുതരം ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്, അതായത് പഴന്തീനി വവ്വാലുകളാണ് ഇതിന്റെ കാരിയേഴ്സ് മനസ്സിലായത്. അത് നമ്മൾ ഇവിടെയും പരിശോധിച്ചു. അത്തരത്തിലുള്ള വവ്വാലുകളെ പിടിച്ച് അതിനെ വെറ്റിനറി വിഭാഗവും അതുപോലെ ആരോഗ്യവകുപ്പും എല്ലാം കൂടി ചേർന്നിട്ടാണ് അത് അയച്ച് പരിശോധിച്ചു. ഡൽഹിയിൽ നിന്ന് തന്നെ സ്ഥിരീകരണം വന്നു. നമ്മൾ കൊടുത്തയച്ച സാമ്പിളുകളിൽ വവ്വാലുകളിൽ കുറെ എണ്ണത്തിൽ നിപ്പ വൈറസിന്റെ ആധിക്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വൈറസ് ഇതിലുണ്ട്, ബാറ്റ്സിൽ നാച്ചുറൽ കാരിയേഴ്സ് ആണ്. സാധാരണഗതിയിൽ അത് മറ്റു ജീവികൾക്കും വവ്വാലിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഈ വവ്വാലുകൾ എക്സൈറ്റഡ് ആകുമ്പോഴോ ഉപദ്രവിക്കപ്പെടുമ്പോഴോ ഒക്കെ ചില വവ്വാലുകളുടെ ശരീരത്തിൽ ഇത് പെരുകാനിടയുണ്ട്. അങ്ങനെ പെരുകുമ്പോൾ പുറത്തേക്ക് വമിപ്പിക്കുന്ന അതിന്റെ സ്രവത്തിൽ നിന്നൊക്കെയാണ്, എക്സ്ക്രീറ്റ് ആയാലും അതുപോലെ സലൈവ ആയാലും അതിൻ്റെ അകത്തു നിന്നൊക്കെയാണ് പകരുന്നതെന്നാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി പരിശോധിച്ച് പറയുന്നതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഏറെക്കുറെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ ആവാം ഇതും വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ആളുകള് മരണപ്പെട്ടു പോകുമ്പോൾ നമുക്കറിയില്ല എവിടെയാണ് അവര് പെരുമാറിയിരുന്ന സ്ഥലം, മറ്റേ വവ്വാല് ഉപയോഗിച്ചിരുന്നോ, പഴങ്ങളോ മറ്റോ വവ്വാല് കടിച്ചത് എടുത്തിരുന്നോ, അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കണ്ടുപിടിച്ചിട്ടുള്ളിടത്തോളം ഈ പഴന്തീനി വവ്വാലുകളാണ് ഈ നിപ്പ വൈറസിന്റെ വാഹകർ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇതും അങ്ങനെ വരാൻ തന്നെയാണ് സാധ്യത. അന്ന് വവ്വാലുകളിൽ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അവിടെ പിന്നെ ഒരു സംശയം ഉദിക്കുന്നില്ല. വവ്വാല് തന്നെയാണ് അത് പരത്തിയത് എന്ന് നമുക്കും കരുതാവുന്നതാണ്. ഇപ്പോൾ ഈ എൻ്റെ മുമ്പിലുള്ള കണക്കനുസരിച്ച്, ആ കണക്ക് ഔദ്യോഗികമാണ് എന്ന് കരുതുകയാണ്, 23 പേർക്ക് ജീവൻ നഷ്ടമായി, 6 പേരാണ് ഈ നിപ്പ വൈറസിനെ അതിജീവിച്ചത്. അതിൽ ഒരാൾക്ക് എവിടെ നിന്നാണ് രോഗം വന്നത് എന്ന കാര്യത്തിൽ അന്നേ വലിയ സംശയമുണ്ടായിരുന്നു. ഈ രോഗബാധിതരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം വരാം, പക്ഷേ ഒരാളെ ട്രേസ് ചെയ്യുമ്പോൾ അയാൾക്ക് അങ്ങനെ രോഗബാധിതരുമായി അടുത്ത സമ്പർക്കമുള്ളതായി കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞില്ല എന്നതാണ് ഞാൻ ആരോഗ്യവകുപ്പിൻ്റെ മനസ്സിലാക്കുന്ന ഡേറ്റ വെച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഇതാ 14 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായി. അതിന് പിന്നാലെ അദ്ദേഹവുമായി നേരിട്ട് ഒരു തരത്തിലുള്ള സമ്പർക്കവും ഇല്ലാത്ത ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരം. അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകളിലേക്ക് എങ്ങനെ പോകണമെന്നാണ് അങ്ങയുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ കഴിയുക? നമുക്ക് കൂടുതൽ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ കണക്കുകൾ പലപ്പോഴും പല വിധത്തിലാണ് പല മീഡിയയിലും വരുന്നത്. യഥാർത്ഥത്തിൽ 2018 നമ്മൾ നിപ്പ കണ്ടുപിടിക്കുന്നത് സാബിത്ത് എന്ന് പറയുന്ന ആദ്യത്തെ കേസ് ആദ്യത്തെയാൾ മരിച്ചതിന് ശേഷം, അത് ഇൻഡെക്സ് കേസാണ്. അത് നമ്മൾ അദ്ദേഹത്തിന്റെ സ്രവം നിപ്പക്ക് വേണ്ടി പരിശോധിക്കാൻ അയക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റു 3 പേർ അത്യാസന്ന നിലയിലായിട്ട് കണ്ടത്. അപ്പൊ അവരുടെ സ്രവമാണ് നമ്മൾ അയച്ചത്, രണ്ടാമത്തെ ആളിൽ നിന്ന് പറയാം. അപ്പൊ ആ സ്രവം നിപ്പ പോസിറ്റീവായി. പക്ഷെ ഒരു കുടുംബത്തിലെ ഒരേ ലക്ഷണത്തോടു കൂടി മരിച്ച ഒരാൾ എന്നുള്ള നിലയിൽ സാബിത്തിന്റെ മരണവും നമ്മൾ നിപ്പ വൈറസ് ബാധയാലുള്ളതാണ് എന്ന് കണക്കാക്കുകയാണ് ചെയ്തത്. നിപ്പയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം 18 പേർക്കാണ് വന്നത്. അതിൽ 16 പേർ മരണപ്പെട്ടു. അത് ആദ്യം തന്നെ നമ്മളിത് പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് പകർന്നതാണ്. 2 പേരാണ് രക്ഷപ്പെട്ടത്. 2 പേരാണെന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ബാക്കി എല്ലാവരും മരിച്ചു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ ഈ സാബിത്തിന് കൂടി നിപ്പ കേസായിട്ട് തന്നെ കണക്കാക്കുകയാണ്. കാരണം അതിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും, കാരണം ആ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണല്ലോ സാബിത്ത് മരിച്ചത്. അങ്ങനെ പറയുമ്പോൾ 19 കേസും 17 മരണമായിട്ടാണ് നമ്മൾ പറയുന്നത്.
പിന്നെ ഈ റിസർച്ചൊക്കെ ചെയ്യുന്നവര് ഈ സാബിത്തിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് രോഗലക്ഷണങ്ങളോടുകൂടി മരിച്ച ചിലരുടെ മരണം കൂടി ഇതിൽ ചേർത്തിട്ട് 23 കേസ് ആകെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതാണ്. പക്ഷെ നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതേ ഔദ്യോഗിക കണക്കായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അങ്ങനെ കണക്ക് കൊടുക്കുന്ന രീതി അതാണ്. അതിൽ വ്യത്യാസമുള്ളത് കൊണ്ടല്ല, ഈ 2 തരത്തിലാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഇനിയിപ്പോ ഏതായാലും നമുക്ക് ഈ കേസ് പിന്നെ 2 വർഷം ഓരോ തവണയായിട്ട് വന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് പേഷ്യൻസിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു സമാധാനമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ വർഷം ഒരു കുട്ടിക്ക് വന്നു മരണപ്പെട്ടു പോയി എന്നുള്ളത് ഖേദകരമാണ്. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യ വകുപ്പ് ആദ്യത്തെ കേസിൽ നിന്ന് തന്നെ അത് കണ്ടെത്തി. ഇനിയിപ്പം നമുക്ക് വേറൊന്നല്ല ചെയ്യാനുള്ളത്, ഇതിന്റെ കോണ്ടാക്ട് കുട്ടിയായിട്ട് ബന്ധമില്ലാത്തതാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ നമ്മൾ ഒരു വലിയ ശ്രമം നടത്തിയിട്ടാണ് നമുക്ക് അത്രയും കോണ്ടാക്ട് പിടികിട്ടിയിരുന്നത്. അപ്പോ പിന്നെ അതിനൊരു ഉദാഹരണം, കോഴിക്കോട് ആണ് ഈ സാബിത്തിന്റെ ഒക്കെ വീട് ഉണ്ടായിരുന്നത്. അവിടെയാണ് ആദ്യം മരണവും സംഭവിച്ചത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് മലപ്പുറത്ത് നിന്നൊരു കേസ് ഇതുപോലെ വന്നത്. അപ്പോ ഞങ്ങളന്ന് ഭയന്നു പോയിരുന്നു, മലപ്പുറത്ത് വേറെ ഒരു പിന്നെ സോഴ്സ് ഉണ്ടായോ എന്നുള്ളത് സംശയിച്ചിരുന്നു. പക്ഷേ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് അവസാനം മനസ്സിലായത് മലപ്പുറത്തെ ആ കേസ് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻഡെക്സ് കേസ് ആയിട്ടുള്ള സാബിത്ത് അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഇമേജിംഗ് സെന്ററിൽ വന്നിരുന്നു അവര് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ സ്രോതസ് ഒരിടത്താണ് എന്ന് പിന്നീട് മനസ്സിലാവുകയാണ് ചെയ്തത്. അതുപോലെ ഈ കുട്ടിയായിട്ട് അടുത്തില്ലെങ്കിലും അവരുടെ അന്വേഷിച്ചാൽ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്രോതസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇനി അതല്ല വ്യത്യസ്ത ഇടങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുന്നതും നമുക്ക് പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് വിശദമായിട്ട് ഈ ആരോഗ്യ വകുപ്പിലുള്ളവർ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ശരി, വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞതിന്.